ഹലോ മക്കളെ, നമ്മുടെ കേരളത്തിലെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളെല്ലാവരും ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞു തരുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്റെ കുട്ടികളെല്ലാവരും ചെയ്യേണ്ടത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റിനെ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. അതായത് പലരും ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ബൈ ഹാർട്ട് പഠിക്കും, അതായത് കാണാപ്പാടം ഇരുന്ന് പഠിക്കും. മാത്സ് അടക്കം കാണാപ്പാടം പഠിക്കുന്ന കുട്ടികളുണ്ട് എന്നുള്ളതാണ് മിസ് കേട്ടത്. അപ്പൊ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. മാത്സ് ഒക്കെ നിങ്ങൾ ചെയ്ത് തന്നെ പഠിക്കണം. അതേപോലെ തന്നെ ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും എക്സാം ഒക്കെ പിന്നെയല്ലേ വരിക, അപ്പൊ പിന്നീട് ചോദിക്കാം ടീച്ചേഴ്സിനോട്, പിന്നെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ മാറ്റി വെക്കും. ലാസ്റ്റ് എക്സാമിന്റെ തലേദിവസമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് കുറെ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ എന്തൊക്കെയോ കുറെ ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ കാണാപ്പാടം പഠിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ ഇനി വരുത്താനായിട്ട് പാടില്ല. അപ്പൊ ഓരോ ഭാഗവും പഠിക്കുമ്പോൾ, അതായത് ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് സബ്ജക്ട് ആയിക്കോട്ടെ, ഏത് ടോപ്പിക് ആയിക്കോട്ടെ, അപ്പൊ നമ്മുടെ ഒരു ചാപ്റ്ററിൽ ഏത് ടോപ്പിക് പഠിക്കുമ്പോഴും നിങ്ങൾ ആ ഒരു കണ്ടന്റിന് നല്ലോണം ക്ലാരിറ്റി വരുത്തുക. അപ്പൊ കണ്ടന്റ് നല്ലോണം മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് മറിച്ചും തിരിച്ചും ഒക്കെ ചോദിച്ചു കഴിഞ്ഞാലും എന്റെ കുട്ടികൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുന്ന സമയത്ത് കണ്ടന്റിന് നല്ല ക്ലാരിറ്റി വരുത്തുക. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ബാച്ചിൽ ഇപ്പൊ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്ക് ഡൗട്ട് പിന്നീടത്തേക്ക് ചോദിക്കാം എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് തന്നെ ടീച്ചേഴ്സിനോട്, ലൈവ് ആയിട്ടാണല്ലോ ഉള്ളത്, അപ്പൊ അതുകൊണ്ട് തന്നെ ഓൺ ദ സ്പോട്ട് തന്നെ ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടന്റ് സെറ്റ് ആക്കുക എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നോട്ട്സ് ആണ്. ആ നോട്ട്സിന്റെ കാര്യം നിങ്ങൾ ഇപ്പോഴാണ് നല്ലോണം ശ്രദ്ധിക്കേണ്ട ഒരു സമയം എന്ന് പറയുന്നത്. പരീക്ഷയുടെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ നോട്ട് ഉണ്ടാക്കാനായിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കുറേ സമയം നഷ്ടപ്പെട്ടു പോകും. നമുക്ക് ലാസ്റ്റ് ഒരു ഉപകാരം ഉണ്ടാവില്ല. പഠിക്കാനും പറ്റിയിട്ടില്ല, എന്നാൽ നോട്ട് ഉണ്ടാക്കി കഴിഞ്ഞോ ചോദിച്ചാൽ അതും ഇല്ല. അങ്ങനെ മൊത്തത്തിൽ ആകപ്പാടെ താറുമാറായി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു സമയമാണ് നമുക്ക് നോട്ട് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴും പഠിക്കുന്ന സമയത്ത് വളരെ ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുക. അതായത് നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ നോട്ട്സ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഇപ്പൊ ബാച്ചിലായി കഴിഞ്ഞാലും അല്ലെങ്കിൽ യൂട്യൂബിലെ നോട്ട്സ് ആയാലും എല്ലാം അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ അത് PDF നോട്ടാണല്ലോ, അത് ഓൾറെഡി ഷോർട്ടൺ ആയിട്ടുള്ള രീതിക്കാണുള്ളത്. അത് കൂടാതെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വളരെ ഷോർട്ട് ആയിട്ടുള്ള നോട്ട്സ് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്നത് നമുക്ക് പരീക്ഷയുടെ തലേ ദിവസമൊക്കെ നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും നോക്കാനുള്ള സമയം ഉണ്ടാവില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, ഓണപരീക്ഷ പോലെയല്ല ക്രിസ്മസ് എക്സാമിന് ഓണപരീക്ഷേനേക്കാളും കൂടുതൽ ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ ചാപ്റ്റേഴ്സ് അറ്റ് എ ടൈം തന്നെ നോക്കാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലാസ്റ്റ് സമയത്ത് സമയമൊന്നും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ട്സുകളാക്കി വെക്കാം. അതിങ്ങനെ ക്യാപ്സ്യൂൾ പരിവായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കും, പെട്ടെന്ന് തന്നെ വേഗം തന്നെ നമുക്ക് എല്ലാതും പരീക്ഷയുടെ തലേ ദിവസം റിവിഷൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നോട്ട്സ് ഉണ്ടാക്കലാണ്. അപ്പൊ ഇപ്പൊ തന്നെ അത് ചെയ്ത് തുടങ്ങണം. ഓക്കെ, റെഡിയാണല്ലോ. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് റിവിഷൻ ആണ്. നിങ്ങൾക്ക് എല്ലാ വീക്കെൻഡിലും സമയം കിട്ടുന്നുണ്ടല്ലോ. ഇപ്പൊ ശനി ഞായറൊക്കെ ലീവ് ആയിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇപ്പൊ ശനിയാഴ്ച എന്തെങ്കിലും സ്പെഷ്യൽ ക്ലാസ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും ലാസ്റ്റ് രാത്രിയൊക്കെ നമുക്ക് സമയം കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഓരോ വീക്കെൻഡിലും റിവിഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വിചാരിക്കാം. ഓക്കെ, അതുവരെ ആ ഒരു ആഴ്ചയിൽ നമ്മൾ എന്തൊക്കെയാണോ പഠിച്ചത് അത് നിങ്ങൾ റിവിഷൻ ചെയ്യണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അതിൽ നിന്നും ഒത്തിരി ക്വസ്റ്റ്യൻസ് നമുക്ക് വരാം അല്ലെ. ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ടീച്ചേഴ്സ് തന്നെ നമുക്ക് ക്ലാസ്സസിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ഓരോ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് അതിൽ നിന്നും വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ ടീച്ചേഴ്സ് പറഞ്ഞു തരും അല്ലെ. ഏതൊക്കെ ഭാഗങ്ങളാണ് ഇമ്പോർട്ടന്റ്, ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം, ഇതൊക്കെ പറഞ്ഞു തരും. അപ്പൊ ഈ വീക്കെൻഡിൽ ഇരുന്നിട്ട് എന്ത് ചെയ്യണം, എല്ലാതും ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ഭാഗങ്ങളും കംപ്ലീറ്റ് ആയിട്ട് റിവിഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ആഴ്ചയിൽ പഠിച്ചത് നമുക്ക് ആ ഒരു വീക്കെൻഡിൽ നമ്മൾ സെറ്റ് ആക്കി. ഇനി അതിനുശേഷം ഇപ്പൊ കുറച്ച് നാളായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 2-3 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് വീണ്ടും എക്സാംസ് നടത്തണം അല്ലെ. ഒരു 2-3 ചാപ്റ്റർ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ക്യുമുലേറ്റീവ് ടെസ്റ്റ് പോലെ നമുക്ക് എക്സാംസ് ഒക്കെ നടത്തണം. അപ്പൊ അങ്ങനെയുള്ള ക്യുമുലേറ്റീവ് ടെസ്റ്റുകളും പിന്നെ അതേപോലെ തന്നെ ഓരോ നമ്മുടെ ക്രിസ്മസ് എക്സാമും അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള ഓണം എക്സാം ആയാലും, ഓണം എക്സാമിനൊക്കെ നമ്മൾ ഓൾറെഡി മോഡൽ എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇനി ക്രിസ്മസ് എക്സാമിനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് മോഡൽ എക്സാം നടത്തുന്നതായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള എക്സാംസ് അറ്റൻഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നിറയെ എക്സാംസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് നല്ലോണം കൂടും. നമ്മൾ പഠിച്ചത് എത്ര ലെവൽ വരെ എത്തി എന്നുള്ള കാര്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എല്ലാ ഫീച്ചേഴ്സും നമ്മുടെ ബാച്ചിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യണം, ഒരു സപ്പോർട്ട് വേണം മിസ്സേ, ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാനായിട്ട് ഒരു ടൈം ടേബിൾ ഒക്കെ സെറ്റാക്കി പഠിക്കാൻ ഞങ്ങൾക്ക് ഇച്ചിരി ഒരു പ്രയാസമുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണം എന്നാണെന്നുണ്ടെങ്കിൽ ഓൾവേസ് നമ്മുടെ എക്സാമിന്റെ ഫാമിലി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി വേണ്ട മിസ്സേ ഞാൻ ഒറ്റയ്ക്ക് പഠിക്കാനാണ് എനിക്ക് ആഗ്രഹം എന്നാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട്
ആയിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മിസ് ഇപ്പൊ പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ടല്ലോ, ഒരു ടൈം ടേബിൾ സെറ്റ് ആക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നമുക്കൊരു വാശി വേണം. ഓക്കെ, ഇങ്ങനെ ഇനി ഞാൻ പഠിച്ചു തീർക്കും എന്നുള്ള ഒരു വാശി വേണം. അപ്പൊ അതിനനുസരിച്ച് നന്നായിട്ട് പഠിക്കുക. പിന്നെ മിസ് പറഞ്ഞു തന്നിട്ടുള്ള നോട്ട് ഉണ്ടാക്കലും കണ്ടന്റ് ക്ലാരിറ്റി വരുത്തലും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റിവിഷനും, ഇത്രയും കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കിയാൽ മതി. ബാക്കി എല്ലാം സെറ്റ് ആയിക്കോളും. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും പക്ക ക്ലിയർ ആയിട്ടുണ്ടല്ലോ, സെറ്റ് ആണല്ലോ? അപ്പൊ എല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നവർക്ക് അല്ലെ, ഉപകാരം ആവുന്നവർക്ക് നിങ്ങൾ എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. ഇത് നിങ്ങൾ എല്ലാവരും ഇനി ചെയ്ത് തുടങ്ങും എന്നാണെന്നുണ്ടെങ്കിൽ അല്ലെ, ഞങ്ങളൊന്ന് ട്രൈ ചെയ്യും മിസ് ചെയ്യുന്നുള്ളത് വേഗം തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് കമന്റ് ചെയ്യാം.